ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ സ്നാപ്ചാറ്റ് ഫിൽറ്റേഴ്സ് ആണ്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാപ്ചാറ്റ് ഫിൽറ്റർ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ ഫോട്ടോസ് ആണ് ഞാൻ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആയിട്ടും ഗ്രീൻ ആയിട്ടും ബ്ലൂ ആയിട്ടൊക്കെ കിട്ടും. നമ്മുടെ ഡയറി മിൽക്ക് സിൽക്ക് സാധാ വയലറ്റ് പാക്കിംഗ് തന്നെയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു ചോക്ലേറ്റ് ആയിട്ടാണ്. ഡയറി മിൽക്ക് സിൽക്ക്, കാൽബറിയുടെ ഡയറി മിൽക്ക് സിൽക്ക് ബബ്ലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വാലന്റൈൻസ് സ്പെഷ്യൽ എഡീഷൻ ആണ്. യു ആർ സോ സ്പെഷ്യൽ എന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ കാലറി എഴുതിയിട്ടുണ്ട്, പിന്നെ അതിന്റെ പെർ ഗ്രാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് പെർ 20 ഗ്രാം സെർവ് എഴുതിയിട്ടുണ്ട്. പിന്നെ വെജിറ്റേറിയൻ എന്ന് കാണിക്കുന്ന ആ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ സ്കാൻ ചെയ്യാൻ കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു കൈപ്പത്തിയിൽ കുറച്ചും കൂടെ ആ ഒരു ലെങ്ത്തിലാണ് ഇത് വരുന്നത്. അതിന്റെ സൈഡിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. 25 ഡിഗ്രിക്ക് മുകളിൽ നമ്മൾ ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പർ സൈഡിൽ ഡയറി മിൽക്ക് സിൽക്ക്, കാഡ്ബറി അങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വരുന്നത് അതിന്റെ ഗ്രാം ആണ് കേട്ടോ. 112 ഗ്രാം ആണ് വരുന്നത്. പിന്നെ അതിന്റെ കുറച്ച് മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ ഡീറ്റെയിൽസ്, പിന്നെ അതുപോലെ അതിന്റെ ഇൻഗ്രീഡിയൻസ്, സ്റ്റോറേജ്, സ്റ്റോർ ഇൻ കൂൾ ടെമ്പറേച്ചർ, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, അവരുടെ മെയിൽ ID അതൊക്കെ. ഇനി വരുന്നത് അതിന്റെ റേറ്റ് ആണ്. 195 റുപ്പീസ് ആണ് വരുന്നത് ഇതിന്. ഇതിന്റെ മാനുഫാക്ചറിങ് ഒരു എക്സ്പയറി വന്നിട്ട് 6 months ആണ്. ഡിസംബർ 2024 മാനുഫാക്ചർ ചെയ്തത്. ഓഗസ്റ്റ് 2025 വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ റേറ്റ് കാണാം, 195 റുപ്പീസ് ആണ്. നമുക്കിനി ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു ടോട്ടൽ ലുക്ക് പുറത്തുനിന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ നല്ലൊരു പാക്കിംഗ് ആണ് ഇത്. നല്ലൊരു എന്താ പറയാ, നല്ലൊരു സ്മൂത്ത് പാക്കിംഗ് ആണ്. നല്ല ഭംഗിയായിട്ടുണ്ട് വാലന്റൈൻസ് എഡീഷൻ. അപ്പോൾ നമുക്കിനി ഇത് പൊട്ടിക്കാം. ഇതിന്റെ നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുമേ. ചിലതിൻ്റെയൊക്കെ കവർ നമ്മൾ ഭയങ്കരമായിട്ട് വലിച്ചാൽ മാത്രമേ പൊട്ടിപ്പോരുള്ളൂ. ഞാൻ ഈ കവർ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അത് പൊട്ടാണ്ട് പയ്യാണ് പൊട്ടിക്കുന്നത്. വലിച്ചു കീറുന്നൊന്നുമില്ല, ജസ്റ്റ് എനിക്കത് സേഫായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്യാം. സിമ്പിൾ പാക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്യുമ്പോൾ തന്നെ വരും. പിള്ളേർക്കാണെങ്കിലും പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പാക്കിംഗ് ആണ്. നല്ല ക്വാളിറ്റി പാക്കിംഗ് ആണ് കേട്ടോ. വാലന്റൈൻസ് ഡേയുടെ തന്നെ ഹാർഡ് പ്ലഷ് എഡീഷൻ ഒക്കെ അവൈലബിൾ ആണ്. അത് കുറച്ചും കൂടെ റേറ്റ് ഉണ്ട്. 300 സംതിങ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ട് ഞാൻ അത് വാങ്ങിയില്ല. പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് സിൽക്ക് എന്ന് എഴുതിയൊരു കവർ കാണാം. ഇങ്ങനെയാണ് ഇതിന്റെ പാക്കിംഗ് വരുന്നത്. ഇതിന്റെ പുറത്തൊരു പേപ്പർ റാപ്പാണ് കാണുന്നത്. സിൽക്ക് എന്ന് എഴുതിയ വൈറ്റ് കളർ പേപ്പർ റാപ്പാണ്. ഫ്രണ്ടിലും ഫുള്ള് സിൽക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ. അപ്പം ഇത്രയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. നമ്മുടെ കൈപ്പത്തി അത്രയൊക്കെയാണ് അതിന്റെ ലെങ്ത് വരുന്നത്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇത് അല്ലാണ്ട് ഊരാൻ ഞാൻ നോക്കി, പക്ഷെ പറ്റില്ല. കാരണം ഈ പേപ്പർ അതിന്റെ ആ ഗോൾഡൻ കവറിലാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കത് അല്ലാണ്ട് ഓപ്പൺ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ അത് ഊരിയെടുക്കാൻ നോക്കി. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കാം. 3 സ്ഥലത്തെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതും പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി അത് നമുക്ക് റിമൂവ് ചെയ്യാം. അത് പെട്ടെന്ന് റിമൂവ് ആയി വരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ്. ഒരു സൈഡിൽ ഫുള്ള് സിൽക്ക് എന്ന് എഴുതിയൊരു പ്രിന്റും മറ്റേ സൈഡിൽ സാധാ വൈറ്റ് പേപ്പറും. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണം. ഇതിങ്ങനെയാണ് വരുന്നത്. ഗോൾഡൻ പാക്കിംഗ്. ആ ഒരു അലൂമിനിയം ഫോയിലിൽ സിൽക്ക് എന്ന് എഴുതിയൊരു ഗോൾഡൻ പാക്കിംഗ് ആണ് ഇതിനുള്ളത്. ഇനി നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ചോക്ലേറ്റ്, ഇനി ഡയറക്റ്റ് ചോക്ലേറ്റിലോട്ടായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇനി അപ്പോൾ നമ്മൾ ഈ ഗോൾഡൻ പാക്കിംഗ് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കറക്റ്റ് ഡയറക്റ്റ് ഇനി ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇത് ഈ ഗോൾഡൻ കവർ വരുന്നത് ഒരു അലൂമിനിയം ഫോയിലിന്റെ പാക്കിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇതല്ലാണ്ട് ഇങ്ങനെ വിടിയിച്ചെടുക്കാൻ ഞാൻ നോക്കി, അത് കീറാണ്ട്. പക്ഷെ അങ്ങനെ പറ്റത്തില്ല. അത് കുറച്ച് കാര്യമായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് കീറാൻ പോവാണ്. അപ്പം ഇങ്ങനെയാണത്. നമുക്ക് ഇങ്ങനെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കീറിയെടുക്കാൻ പറ്റൂട്ടോ. അല്ലാണ്ട് ഓപ്പൺ ചെയ്തായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അല്ലാണ്ട് ഒരു സൈഡ് കീറിയാൽ മതി. ചോക്ലേറ്റ് കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട്, കാരണം ഇത് പുറത്തിരിക്കുകയായിരുന്നു. നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. പക്ഷെ എനിക്ക് കുറച്ച് മെൽറ്റായ രീതിയിൽ കഴിക്കണമെന്നാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പൊതുവെ അങ്ങനെ ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് വെക്കാറില്ല. എന്നാലും നമുക്ക് വായിലിട്ട് അലിഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ്. ഞാൻ കുറച്ച് ഭാഗമേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ, കാരണം മെൽറ്റ് ആയതുകൊണ്ട് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ബബ്ലി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ബബിൾസ് പോലെ. ഇത് കുറേ പേരെങ്കിലും വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. ഒരിടയ്ക്ക് നല്ല ട്രെൻഡിങ് ആയി വന്നായിരുന്നു. ഫുൾ ഇങ്ങനെ ബബിൾ പോലെ. അതായത് നമ്മളൊരു
ഡയറക്റ്റ് ഡയറി മിൽക്കിന്റെ സാധാ പാക്കിങ്ങിന് ഊതി വീർപ്പിച്ച് കഴിഞ്ഞാൽ ബബിൾ പല സ്ഥലത്ത് പല ഷേപ്പിൽ വരുമല്ലോ, പല ഇതിലുള്ള. അപ്പം ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊമള പൊട്ടിയ പോലത്തെ ഒരു ഇത്, നമ്മുടെ അപ്പത്തിൻ്റെ ഒക്കെ മുകളിലുണ്ടാവില്ല അതുപോലത്തെ ഒരു ടൈപ്പാണ്. ഞാൻ കുറച്ച് പൊട്ടിച്ചെടുക്കാം. അപ്പം അതിൻ്റെ ഉള്ളിലും ഇങ്ങനെ തന്നെയാണ്, സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത് കുറച്ചും കൂടെ നമ്മുടെ സാധാ ഡയറി മിൽക്ക് ആണെങ്കിൽ കട്ടിയായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വീർപ്പിച്ചുകൊണ്ട് തന്നെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകും. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് റിവ്യൂ പറയാൻ വേണ്ടി ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, കുഴപ്പമില്ല. 200 റുപ്പീസിന് വലിയ പ്രശ്നമില്ല. നല്ലൊരു ചോക്ലേറ്റ് നമുക്ക് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.